നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അനുവെന്തൊന്നും പറയാത്തത്? ഞാനെന്തു പറയാനാ ഇന്ദ്രേട്ട? എന്നോട് സംസാരിക്കാനുണ്ടെന്നും വീട്ടിലേക്ക് വരണമെന്നും പറഞ്ഞത് ഇന്ദ്രേട്ടനല്ലേ? അത് പിന്നെ ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞെന്ന് കരുതി അനു എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ പറഞ്ഞോണ്ടായോ ഇന്ദ്രേട്ട? അവര് ഏതോ ഒരു സ്ത്രീ ആയിരിക്കാം, പക്ഷെ പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് എന്നെക്കാൾ മുമ്പ് ഇന്ദ്രേട്ടൻ കേട്ടതാണല്ലോ. അതെ, പക്ഷേ ഞാനതിനെ ശത്രുക്കൾ പറഞ്ഞ അപവാദമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോ ഇന്ദ്രേട്ടന്റെ ജീവിതം തകർക്കാൻ ചില ശത്രുക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഇന്ദ്രേട്ടൻ അറിയാല്ലേ? എങ്കിൽ ആ ശത്രുവിനെ കണ്ടുപിടിച്ച് ഇത്തരം അപവാദങ്ങൾക്ക് അവസാനം ഉണ്ടാക്കണ്ടേ ഇന്ദ്രേട്ട? അന്നേ നിങ്ങളത് ചെയ്തിരുന്നെങ്കിൽ എന്റെ കാതിൽ അത് എത്തിക്കാൻ അവര് ധൈര്യം കാണിക്കുമായിരുന്നു. അനു, ഞാൻ വിചാരിച്ചത് അത് അന്നത്തോടെ അവസാനിച്ചു എന്നാ. നിന്റെ കാതിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശത്രുവിനെ ചെറുത്ത് തോൽപ്പിക്കണ ഇന്ദ്രേട്ട, അല്ലാതെ ശത്രുവിനോട് സന്ധി ചെയ്താ അവര് വീണ്ടും ചതിക്കും. ഇനിയെങ്കിലും ആ ശത്രുവിനെ തുറന്നു കാട്ടാൻ ഇന്ദ്രേട്ടൻ തയ്യാറുണ്ടോ? അനു, നിനക്കെന്നെ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലെന്താ? എന്നെക്കുറിച്ചാണ് ഇങ്ങനെയൊരു വാർത്ത കേട്ടതെങ്കിൽ ഇന്ദ്രേട്ടൻ അതുപോലെ ചിന്തിക്കൂ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അനുപമയെ എനിക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രേട്ടന് മിണ്ടാതിരിക്കാൻ പറ്റൂ? അങ്ങനെ മിണ്ടാതിരിക്കുവാണെങ്കിൽ ഇന്ദ്രേട്ടനും ഇതുപോലെ എന്തോ ഒളിക്കാനുണ്ടെന്നർത്ഥം. എനിക്കൊന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല ഇന്ദ്രേട്ട. അതുകൊണ്ട് ഞാൻ കേട്ടതിന്റെ സത്യാവസ്ഥ എനിക്കറിയണം. അതിനേതറ്റം വരെയും ഞാൻ പോവും. ജോത്സ്യരുടെ പ്രവചനമല്ലേ പ്രശ്നം? എന്റെ ജാതകം ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നിനക്ക് വിശ്വാസമുള്ള ഏത് ജോത്സ്യന് വേണമെങ്കിലും നിനക്ക് കൊണ്ടുപോയി കാണിക്കാം. അവരിൽ ആരെങ്കിലും എന്റെ ജാതകം നോക്കി അങ്ങനെ ഒരു പ്രവചനം നടത്തുവാണെങ്കിൽ നീ എന്നെ അവിശ്വസിച്ചോ അനു? എനിക്ക് ജോത്സ്യത്തിലൊന്നും അന്ധമായ വിശ്വാസം ഇല്ല ഇന്ദ്രേട്ട. അതുകൊണ്ട് എനിക്ക് കാണേണ്ടത് ജോത്സ്യരെ അല്ല, ജോത്സ്യരെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രവചനം നടത്തിച്ചവരെയാ. അവരിത് എന്തിനു ചെയ്തു എന്നാ എനിക്ക് അറിയേണ്ടത്. അതിപ്പോ നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുമല്ലോ? അമ്മയും ഭാനുവമ്മയും കൂടെ ജാതകമായിട്ട് പോയപ്പോഴാ ഒരു ജോത്സ്യർ ഇങ്ങനെ പറഞ്ഞത്. അമ്മ അത് അപ്പോഴേ തള്ളിക്കളയുകയും ചെയ്തു. ആ, പിന്നെ ആരാ അത് പുറത്തു പറഞ്ഞത്? ഭാനുവമ്മയോ? അതെനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ഇന്ദ്രേട്ടന്റെ അമ്മയും ഹർഷയും കൂടിയാ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഞാനും ഇന്ദ്രേട്ടനും ഒരുമിച്ച് ജീവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാ അവര് രണ്ടുപേരും. അല്ലെന്ന് ഇന്ദ്രേട്ടന് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? പറ്റുമോ? അനു, നിന്നോട് സത്യം പറയാമല്ലോ. അമ്മയും ഹർഷ എനിക്ക് സംശയമുണ്ട്. പക്ഷെ വ്യക്തമായ തെളിവില്ലാതെ എനിക്കവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വേണ്ട, അവരെ സംശയമുണ്ടെന്ന് ഇന്ദ്രേട്ടൻ സമ്മതിച്ചല്ലോ, അത്രയും മതി. തെളിവ് ഇന്ദ്രേട്ടന് ഞാൻ തന്നോളാം. എന്നോടിത് പറഞ്ഞ രമണി എന്നൊരു സ്ത്രീ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ. എന്നെങ്കിലും ദൈവം അവളെ എന്റെ മുന്നിൽ എത്തിക്കും. അന്ന് അവളെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഇന്ദ്രേട്ടൻ തള്ളി പറയുമല്ലോ. പറയാനോ? വ്യക്തമായ തെളിവ് കിട്ടിയ അതിന് സ്വന്തം അമ്മയായപ്പോലും തള്ളി പറഞ്ഞിരിക്കും. മതി ഇന്ദ്രേട്ട. ഇന്ദ്രേട്ടനിൽ നിന്ന് എനിക്കിത് കേൾക്കാൻ കഴിഞ്ഞല്ലോ, ആശ്വാസമുണ്ട്. ഇനി ഞാനിതിന്റെ ഉത്തരം തേടി എവിടെയും പോയില്ല. ഉത്തരം ഒരു നാൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാ, താഴെ പോ.
ഒരു നല്ല കാര്യത്തിന് പോയിട്ട് പാതി വഴിയിൽ വെച്ച് തിരിച്ചു പോരേണ്ടി വന്നല്ലോ പോനെ. അതൊന്നും സാരമില്ല അച്ഛ. ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും വരുമല്ലോ. അച്ഛനെയും അനുദേച്ചിയും വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു സന്തോഷവും വേണ്ട. അബി ഇപ്പോഴും സ്റ്റേഷനിലാ ശബരി. ആര് പോയി പറഞ്ഞിട്ടും അവരവനെ വിടുന്നില്ല. അനുദേച്ചി പേടിക്കണ്ട. നാളെ രാവിലെ തന്നെ അബയെ നമ്മൾ ഇറക്കിയിരിക്കും. ഈ കുടുംബത്തെ ഒറ്റക്കൊടുത്ത ചേച്ചി അളിയനും ഇവിടെ തന്നെ ഉണ്ടോ അച്ഛ? ആ, അവരിവിടെ തന്നെയുണ്ട്. വേറെ എവിടെ പോവാനാ? ആ ശബരി, വായിരിക്കും, നമുക്ക് കഴിക്കാം. പോലീസിൽ പരാതി കൊടുത്തിട്ട് നിങ്ങൾ വലിയ സത്യസന്ധനാവാൻ നോക്കുകയല്ലേ? അബി എന്റെ മുറിയിൽ കയറി പണം എടുക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടോന്ന്? അവനല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും വന്നിട്ടില്ല. കാശ് കാണാനില്ലെന്ന് പറഞ്ഞതിന്റെ തലേ രാത്രി അബി മേളി കിടന്ന് കറങ്ങുന്നത് ധനേട്ടൻ കാണുകയും ചെയ്തു. നിങ്ങൾ എന്തിനാ അവിടെ പോയത്? എന്തിനാ പോയെന്ന്? ഇയാളാണ് പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അച്ഛൻ സ്റ്റേഷനിൽ പോയൊരു പരാതി കൊടുത്തിരുന്നെങ്കിലോ? അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ശബരി ഞാൻ ആദ്യം പോയി പരാതി കൊടുത്തത്. അച്ഛനെ സ്വാധീനിച്ച് ഇവളെന്നെ കുരുക്കോന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവള് നിന്നെ കുരുക്കുമെന്ന് തോന്നാൻ എന്താടാ കാരണം? നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടോന്നാ ചോദിച്ചത്. വേറെന്തു പ്രശ്നം? അനിതയുടെ അനിയനെ രക്ഷിക്കാൻ ചിലപ്പോ ഇവൾ എന്റെ ഭർത്താവിനെ കരുവാക്കും. അത്ര തന്നെ. അതല്ല ചേച്ചി, ധനേട്ടൻ എന്നെ പേടിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. അതിന് വേറെ പല കാരണങ്ങളും ഉണ്ട്. അത് പറയേണ്ട സമയത്ത് ഞാൻ പറയും. അനുദേച്ചിയെ കൊണ്ട് ഇപ്പൊ തന്നെ അത് പറയിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ട് അത് ചെയ്യുന്നില്ല.